ഹായ്, എൻ്റെ പേര് അനു മോഹൻ, ദന്ത ഡോക്ടറാണ്. നീണ്ട 15 വർഷമായിട്ട് മലപ്പുറത്ത് ക്ലിനിക്ക് നടത്തുകയാണ്. അപ്പം ഞാൻ കൂടുതലും ബൈക്കിലാണ്, എൻ്റെ യാത്രകളൊക്കെ ബൈക്കിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കാറുണ്ടെങ്കിൽ തന്നെ ഞാൻ ബൈക്കാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കാലിന് ചെറിയൊരു പരിക്കൊക്കെ വന്നതിന് ശേഷം ഞാൻ പതുക്കെ കാറിലേക്ക് മാറിയാണ്. പിന്നെ ഒരു ഹോണ്ട സിറ്റി എനിക്കുണ്ടായിരുന്നു. ഒരു 7 വർഷത്തോളം ഞാൻ ഹോണ്ട സിറ്റി ഉപയോഗിച്ചിരുന്നു. അപ്പം ബൈക്കിൽ നിന്ന് കാറിലേക്ക് വന്നു കഴിഞ്ഞപ്പം യാത്ര എനിക്ക് ഡെയിലി ഒരു 50 കിലോമീറ്റർ യാത്രയുണ്ട്. അപ്പം അങ്ങോട്ട് മുതലാകുന്നില്ല. ശരിക്കും ഒരു ഡെയിലി തന്നെ ഒരു 1000 രൂപയുടെ പെട്രോൾ അടിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയാണ് EVയിലേക്ക് മാറിയാലോ എന്നൊരു ചിന്ത എനിക്ക് വന്നത്. അങ്ങനെ പല വണ്ടികളും ഞാനിങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കായിട്ട് നമ്മുടെ മല കയറിയ ഒരു വീഡിയോ കാണാൻ ഇടയായി, നമ്മൾ വണ്ടി. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ടാറ്റ ഹാരിയറിലേക്ക് എൻ്റെ ചിന്ത മാറിയത്. അങ്ങനെ ഞാൻ മലപ്പുറത്തുള്ള ഷോറൂമിൽ പോയി വണ്ടി കണ്ടു. ഞാൻ ബ്ലാക്കായിരുന്നു എൻ്റെ മനസ്സിൽ, മാറ്റ് ബ്ലാക്ക് ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഞാനും വൈഫും കുട്ടിയും കൂടെ പോയി നേരെ ആദ്യം കണ്ടത് വൈറ്റ് ഹരിയറാണ്. അപ്പോൾ തന്നെ അവർ വൈഫും കുട്ടിയും പറഞ്ഞു നമുക്ക് ബ്ലാക്ക് വേണ്ട, വൈറ്റ് മതി. അവരുടെ ഇഷ്ടത്തിന് വിട്ട് ഞാൻ വൈറ്റിലേക്ക് വരികയായിരുന്നു. പിന്നെ ഒരുപാട് ആളുകൾ എന്നെ നിരുത്സാഹപ്പെടുത്തി, ടാറ്റയുടെ ഇത് സർവീസ് മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെന്നെ, എനിക്കൊരു പേടി ശരിക്കും സത്യത്തിലുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ലെക്സോൺ ടാറ്റ ആളുകളുടെ ഡീലിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ ഏത് വണ്ടി എടുക്കാൻ ചെന്നാലും വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരും ഏത് കമ്പനിയിൽ ചെന്നാലും അവരിങ്ങനെ പ്രോത്സാഹനം തരും കൂടുതലായിട്ട്. വണ്ടി എടുത്തതിന് ശേഷമുള്ള റെസ്പോൺസ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം അതാണ് ഞാൻ നോക്കിയത്. പക്ഷേ വണ്ടി എടുത്തതിന് ശേഷവും അതേ രീതിയിൽ അവർ നല്ല റെസ്പോൺസ് ആയിരുന്നു. സർവീസ് ആയാലും എല്ലാം കൊണ്ടും വളരെ ഹാപ്പിയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള വണ്ടിയാണ് ഹാരിയർ EV. ശരിക്കും ഒരു 7 സീറ്റർ ആക്കാൻ പറ്റിയ എല്ലാ ലെങ്തും വിട്ടും എല്ലാം ഉള്ള ഒരു വണ്ടിയാണ്. പക്ഷേ അവർ യാത്രാ കംഫോർട്ടിന് വേണ്ടി അത് 5 സീറ്ററാക്കി ചുരുക്കിയിരിക്കുകയാണ്. അത് ശരിക്കും നല്ലൊരു ഗുണം ചെയ്തു. കാരണം ഫാമിലിയായിട്ട് ഒരു 5 മെമ്പറുള്ള ഫാമിലിയായിട്ട് ഈസിയായിട്ട് സന്തോഷമായിട്ട് യാത്ര ചെയ്യാനും കംഫോർട്ടായിട്ട് യാത്ര ചെയ്യാനും പറ്റിയൊരു വണ്ടിയാണ് ഹാരിയർ EV. ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാന ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 വീൽ ഇൻഡിവിജ്വൽ സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ യാത്രാ കംഫോർട്ട് വളരെ സുഖമാണ്. ബാക്കിലായാലും റിയർ സീറ്റിലായാലും മുന്നിലായാലും ഒക്കെ തന്നെ യാത്രാ കംഫോർട്ട് വളരെ നല്ല ഒരു ഫീലാണ്. പിന്നെ പ്രീമിയം വണ്ടി എടുക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് എക്കണോമിക്കലും ആകണം, ഒരുപാട് ഹൈ എമൗണ്ടിൽ പോകരുത് എന്നൊരാഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പൈസ മുടക്കുമ്പോൾ ആ ഒരു പ്രീമിയം ഫീല് നമുക്ക് കിട്ടും. പല വണ്ടികളും ഈ റേഞ്ചിലുള്ള പോയി നോക്കിയിട്ടുണ്ട്, വേറെ വണ്ടികളൊക്കെ. പക്ഷേ ശരിക്കും എനിക്കൊരു പ്രീമിയം ഫീല് ഈ വണ്ടിക്കാണ് എനിക്ക് തോന്നിയത്. അതാണ് ഞാൻ കൂടുതലും ടാറ്റ EV ഇഷ്ടപ്പെടാൻ കാരണം. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സേഫ്റ്റി, ഡ്രൈവിംഗ് കംഫോർട്ട്, റോഡ് പ്രസൻസ്, വാല്യൂ ഫോർ മണി ആണെന്നുണ്ടെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് ടാറ്റ ഹാരിയർ EV. താങ്ക് യു വെരി മച്ച്.